ആദ്യം അത്രയുള്ള മസാല ദോശ വന്നത്. മസാല ദോശയാണ് എനിക്ക് വിചാരിച്ച ഈ ലോകത്ത് ഞാനാണ് വേണ്ടത്. എന്നെക്കാട്ടും വലിയ സാധനം മനസ്സിലായി. അയ്യോ എനിക്ക് വയ്യ. അവളിവിടെ ഒന്ന് മെറോട്ട ഇറച്ചി ചോദിച്ചു, പക്ഷെ ഇത് വെജിറ്റേറിയൻ കടയായിരുന്നു. ഓക്കെ ഗൈസ്, കഴിക്കട്ടെ. ബാക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രാവിലെ എന്താണിപ്പോൾ എന്ന് വിചാരിക്കും. ഇന്ന് കോഴിക്കോട് പോവാണ്. എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ടുണ്ട്. അപ്പം വിചാരിച്ചത് പുതുക്കിയേക്കാന്ന്. ഇനി പുറത്തെങ്ങാനും പോകണമെങ്കിലോ, അതുകൊണ്ട് പുതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നോക്കാൻ പോയി. അങ്ങനെ അവിടെ വണ്ടിയായിട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ. എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല അവിടെ എങ്ങോട്ടാണ് ഏത് വഴിയാണെന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോവുകയാണ്. മഴയില്ലാത്തതുകൊണ്ട് നല്ലൊരു യാത്രയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞാൻ അവളും കൂടെ കുറച്ച് ദൂരം വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത്. ഇത് പട്ടാളക്കുമ്പോൾ കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പച്ചപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഓരോ സംസാരിച്ചൊക്കെ പോയി. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം നോക്കാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഗായ്സ്. നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് 10:15 പറഞ്ഞത്. ടൈമുണ്ട്. ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അപ്പോൾ ഞാൻ ടൈം ഒന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടൈം ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇങ്ങനെ ചട്ടിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചായ കുടിച്ചില്ല ഗൈസ്. അപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവളൊന്നും കഴിച്ചില്ല, ഞാനൊന്നും കഴിച്ചില്ല. അവൾ കലിപ്പിലാണ്. ഞാനൊരു കോപ്പീൻ്റെ കാര്യം പറഞ്ഞ് തിന്നുകൊണ്ട് നടക്കുക. ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും വണ്ടി ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ആ ചേച്ചീൻ്റെ കർത്തവ്യം ആ ചേച്ചി ചെയ്യുന്നു. തിരിയൊക്കെ കത്തിച്ച് ദൈവഭക്തിയോടുകൂടി ചട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അമ്മച്ചിയാണ്, ചേച്ചിയല്ല. HDFC ബാങ്ക്. നമുക്ക് ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കേണ്ട ആദ്യം നമ്മൾ വ്ലോഗൊക്കെ ചെയ്ത് ഹോട്ടൽ തിരക്കി നടക്കുന്ന 2 ആൾക്കാർ അതെല്ലാം ഉണ്ടാവുമായിരിക്കും. നോക്കാം. ആ പൊട്ടൻ്റെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി നടക്കുക. ഒരു പച്ചക്കറി കാണുന്നുണ്ട്. തിരിച്ച് നടക്കുമ്പോൾ വിശക്കുവോ? ആ, ഫുഡ് തിരക്കി നടക്കുന്നു. ഞാനും ഞങ്ങൾക്ക് എവിടെ പോയാലും ഫുഡ് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അവളുണ്ട്. അപ്പോൾ നോക്കട്ടെ. ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്. 3 ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, ചായ. അവൾക്കുള്ള മസാല ദോശയാണ്, അത് വന്നിട്ടില്ല. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്യാണ്. അവളുടെയും കൂടെ വന്നിട്ട് കഴിക്കാം. പിന്നെ ചായ കുടിച്ച് ഞാൻ അകത്തേക്ക് കയറി. ഒരാൾക്ക് കയറാൻ പറ്റി, ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ. പിന്നെ പേപ്പേഴ്സൊക്കെ ശരിയാക്കി പിന്നെ ഓരോ കൗണ്ടറുകളിൽ കൊടുത്തില്ല. ശരിയായി. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞ് പാസ്പോർട്ട് പോസ്റ്റ്മാൻ ഇവിടെ എത്തിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരികയാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. അങ്ങോട്ടും എപ്പോഴും ട്രാഫിക് ഉണ്ടായിരുന്നു, ഇങ്ങോട്ടും വന്നപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരികയാണ് ഗായ്സ്. ഞങ്ങൾ വഴിയിൽ വെച്ച് പായസം കണ്ടാട്ടോ. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. പായസം ഭ്രാന്തിയാണ് ഇവള്. എവിടെ വെച്ച് പായസം കണ്ടാലും അപ്പം വാങ്ങണം. ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് വരുന്ന വഴി ഇക്ര ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ചേട്ടന് പായസം പായസം കൊതിച്ച്. പായസം എന്ന് പറഞ്ഞാൽ ചാപം. ഇനിയിപ്പോൾ ഓണത്തിന് കുടിച്ച് മരിക്കാനുള്ളതാണ് ഞാൻ. ആണല്ലോ. അപ്പോൾ പായസം കുടിച്ചട്ടെ. അങ്ങനെ പോയ കാര്യമൊക്കെ സന്തോഷമായിട്ട് നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് മധുരം കുടിക്കുന്നത്. അങ്ങനെയാണ് പായസം കണ്ടത്. ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ വാങ്ങി ഞങ്ങൾ രണ്ടാളും കഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്. ഫുഡും കഴിക്കാനുണ്ട് കേട്ടോ. ഭയങ്കര ഉച്ചയായപ്പോൾ സ്കൂളൊക്കെ കുട്ടികൾ റോഡിൽ തന്നെ. ഇതാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു പള്ളി. എപ്പോഴും വിചാരിക്കും ഈ പള്ളിയിൽ ഒന്ന് എടുക്കണം. പൂക്കള വരപ്പം ഫുൾ
യൂണിഫോം ഉണ്ട് ഇവിടെ, നീല വെള്ളമൊക്കെ ഓരോ സിലബസിന് ഓരോ യൂണിഫോം. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവന്മാരെ നാളെ ലൈസൻസ് ഉണ്ടാക്കൂലായിരിക്കും. അങ്ങനെ പോകാൻ പാടില്ലല്ലോ മൂന്നെണ്ണം വെച്ചിട്ട്. പെട്ട് നിർത്ത് പറയണ്ട, എൻ്റെ ഫോൺ കണ്ടിട്ട് അത് അവന്മാർ പാഞ്ഞു ഗൈസ്. അങ്ങനെ പോകാൻ പാടില്ലല്ലോ, പഠിക്കുന്ന കുട്ടികളല്ലേ, ഹെൽമറ്റുമില്ല. ഞാൻ അവരെ അടുത്തല്ല, ഞാൻ വെറുതെ നമ്മളെ നല്ല ഭംഗി പച്ചപ്പ് ഭയങ്കര അല്ലേ. അല്ലടി നമ്മൾ കോളേജ് വഴിയല്ലല്ലേ. അപ്പോൾ ഇത് ഏത് വഴിയാണ്? നമ്മളൊരു സുന്നേട്ടൻ്റെ കാർഡിന് വന്ന സ്ഥലമല്ലേ ഇത്? അത് അപ്പുറത്തായിരുന്നു. ആ ചെലവൂർ, ഇതാണ് ചെലവൂര്. ചെലവൂര് ഏതോ സിനിമ നടനുണ്ടോടി? ഇല്ല, മറ്റേ കോവൂര് വേറെയാ. നമ്മളാ MT മൂസയിൽ അങ്ങനെ ചേവൂരല്ലേ, ഗോവൂരല്ല ചേവൂരല്ല. ഞാൻ ട്രാഫിക്കിൽ ഞങ്ങൾ കുടുങ്ങി. പിന്നെ നമ്മൾ കൊടുവള്ളി എത്തിയിട്ട് പ്ലാസയിൽ കയറി ഫുഡ് കഴിച്ച് സദ്യയാണ് കഴിച്ചത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രണ്ടാളും വീട്ടിലേക്ക് വന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. പാസ്പോർട്ട് ഓഫീസിൽ പോയി എല്ലാം ശരിയായി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്.